വെൽക്കം ടു ചാപ്റ്റർ 1 സിവിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയുടെ ഇക്വേഷൻസും രണ്ട് മൂന്ന് പ്രോബ്ലം എല്ലാം നോക്കി. അപ്പോൾ നമുക്ക് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി അനുസരിച്ച് നമുക്ക് സ്ട്രക്ചേഴ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയുടെ വാല്യൂ നമുക്ക് 0 ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിനെ ഒരു സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണെന്ന് പറയാം. നമുക്ക് കിട്ടുന്ന ഡിഎസിന്റെ വാല്യൂ ലെസ് ദാൻ 0, അതൊരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതൊരു അൺസ്റ്റേബിൾ സ്ട്രക്ചർ ആയിരിക്കും. ഇനി ഡിഎസിന്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂ ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതൊരു സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണ്. ഈ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ തന്നെയാണ് നമ്മൾ റിഡൻഡന്റ് സ്ട്രക്ചേഴ്സ് എന്ന് കൂടി പറയുന്നത്. ഒരു പിൻ ജോയിന്റഡ് ട്രസ് m is equal to 2j minus 3 ആണെങ്കിൽ അതൊരു പെർഫെക്റ്റ് ട്രസ് ആണ്. അതേസമയം m greater than 2j minus 3 ആണെങ്കിലോ അതൊരു റിഡൻഡന്റ് ആണ്, അതായത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആണ്. ഇൻഡിറ്റർമിനേറ്റ് ഒരു റിഡൻഡന്റ് സ്ട്രക്ചർ ആണ്. m less than 2j minus 3 ആണെങ്കിൽ അതൊരു ഡെഫിഷ്യന്റ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ സ്ട്രക്ചർ ആണെന്ന് പറയാം. Kinematic indeterminacy എന്ന് പറയുന്നത് it's related to the degree of freedom available at any joint in the given structure ആണ്. ഓരോ ജോയിന്റിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഒരു 2D ട്രസ്സിലെ ജോയിന്റ് ആണ്. അപ്പോൾ 2D ട്രസ്സിൽ നമുക്ക് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് അവൈലബിൾ ഉള്ളത്, ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും. ഇനി ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അത് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് എന്ന ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെ ഡയറക്ഷനിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ എക്സ്. അത് എഫ് വൈ എന്ന ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ വൈ. ഈ രണ്ടാമത്തെ ജോയിന്റിന് 3D ട്രസ് ആണ്. 3D ട്രസ്സിൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് അവൈലബിൾ ഉള്ളത്, ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ ആൻഡ് ഡെൽറ്റ ഇസഡ്. അപ്പോൾ അത് ഓരോന്നും പറയേണ്ട ആവശ്യമില്ല. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എഫ് എക്സ് ആയിരിക്കും, ഡെൽറ്റ വൈ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എഫ് വൈ ആണ്, ഡെൽറ്റ ഇസഡ് എന്ന് പറയുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എഫ് ഇസഡ് ആണ്. ഇനി അടുത്ത് പഠിക്കാനുള്ളത് ജോയിന്റിന് 2D ബീം ഓർ ഫ്രെയിം ആണ്. അവിടെ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വരുന്നത് നോക്കാം. അവിടെ 3 ആണ് വരുന്നത്. അവിടെ ഏതൊക്കെയാണ്? ഒന്ന് ഡെൽറ്റ എക്സ് വരാം, ഒരു ഡെൽറ്റ വൈ വരാം, പിന്നെ ഒരു തീറ്റ, ഒരു റൊട്ടേഷൻ വരാം. അപ്പോൾ 2 ഡിസ്പ്ലേസ്മെന്റും വരാം, ഒരു റൊട്ടേഷനും പോസിബിൾ ആണ് ഒരു ബീം അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ, 2D ബീം അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എഫ് എക്സ്, എഫ് വൈ ആൻഡ് എം ഇസഡ്. അടുത്തത് നമുക്കൊരു 3D ബീം ജോയിന്റിനെ 3D ബീം ഓർ ഫ്രെയിമിൽ നോക്കാം. അവിടെ വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 6 ആണ്. 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പോസിബിൾ ആണ് ഒരു 3D ബീം ഓർ ഫ്രെയിമിൽ. ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ, ഡെൽറ്റ ഇസഡ് ആൻഡ് തീറ്റ എക്സ്, തീറ്റ വൈ ആൻഡ് തീറ്റ ഇസഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എഫ് എക്സ്, എഫ് വൈ, എഫ് ഇസഡ് ആൻഡ് എം എക്സ്, എം വൈ, എം ഇസഡ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡ്യൂ ടു റിലീസ്ഡ് റിയാക്ഷൻസ് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഇന്റേണൽ ഹിഞ്ചിന്റെ കാര്യമാണ്. എക്സാമ്പിൾ ആയിട്ട് ഒരു ബീം കൺസിഡർ ചെയ്യാണ്. ആ ബീമിൽ നമുക്കൊരു ഇന്റേണൽ ഹിഞ്ച് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അവിടെ വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇത് മിനിമം എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാണ് നോക്കുന്നത്? 4 ആണ്. ഒരു ഇന്റേണൽ ഹിഞ്ച് വരികയാണെങ്കിൽ അവിടെ വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 4 ആണ്. If n number of members are passing through given internal hinge, then n number of slopes and 2 displacement ആണ് അവിടെ പോസിബിൾ ആവുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു ഇന്റേണൽ ഹിഞ്ചിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന 2 മെമ്പേഴ്സ് ആണ്. അപ്പോൾ അവിടെ n എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 സ്ലോപ്പ് കൂടാതെ 2 ഡിസ്പ്ലേസ്മെന്റും, അപ്പോൾ ടോട്ടൽ എത്രയായി? 2 + 2 4 ആയി. അങ്ങനെ ഇപ്പോൾ ഒരു ഇന്റേണൽ ഹിഞ്ച് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ അവിടെ കണക്ട് ചെയ്തേക്കുന്നത് 4 മെമ്പേഴ്സ് കണക്റ്റഡ് ആണ്. അപ്പം 4 സ്ലോപ്പും പ്ലസ് അതിൻ്റെ കൂടെ 2 അഡീഷണൽ ഡിസ്പ്ലേസ്മെന്റും പോസിബിൾ ആയി. അപ്പോൾ എത്രയായി? 4 + 2 6 ആണ് അവിടെ വന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ഗൈഡഡ് റോളർ ആണ്. അവിടെയും വരുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 4 തന്നെയാണ്. ഗൈഡഡ് റോളർ ആണെങ്കിലോ സെയിം തന്നെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 4 തന്നെയായിരിക്കും. ഇത് മിനിമം ആണ്, മിനിമം 4 ആണ്. ഒരു ഹിഞ്ച് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ റോളർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഗൈഡഡ് റോളർ വരുവാണെങ്കിൽ അവിടെ വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അത് മിനിമം 4 തന്നെ ആവണം എന്നില്ല, അതിൽ കൂടുതലാവാം. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ രണ്ടാമത് കണ്ട കേസ്. നാലാമത്തെ കേസ് റിലീസ്ഡ് ആക്സിയൽ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. അതായത് 2 ആണ്. ഇപ്പം ഇന്റേണൽ ഹിഞ്ചിൽ ഇവിടെ ഒരു ബെൻഡിങ് മൊമെന്റ് മാത്രമായിരുന്നു റിലീസ് ചെയ്യുന്നത്. അതേസമയം
ഒരു ആക്സിയൽ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ഒന്നിച്ച് നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സെറ്റപ്പിനെയാണ് നമ്മളിവിടെ റൈറ്റ് സൈഡിൽ വരച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് വരുവാണെങ്കിൽ അവിടെ വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണെന്ന് നോക്കാം. അവിടെ 5 എണ്ണം വരും. 5 എണ്ണം പോസിബിൾ ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മിനിമം 5 ആണ്. അത് ഏതൊക്കെയാണ്? ഡെൽറ്റ എക്സ് വരാം, ഡെൽറ്റ x1 വരാം, ഡെൽറ്റ x2 വരാം, ഡെൽറ്റ y വരാം, θ1 വരാം, θ2 വരാം. രണ്ട് ഡയറക്ഷൻ, എക്സ് ഡയറക്ഷൻ രണ്ട് രീതിയിലെ റോളർ ആണ്. രണ്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും, വെർട്ടിക്കലി മൂവ് ചെയ്യാൻ പറ്റും, രണ്ട് റൊട്ടേഷനും പോസിബിൾ ആണ് അവിടെ. കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിയിൽ നമുക്ക് ഓരോ സപ്പോർട്ടിലും വരുന്ന കൈനമാറ്റിക് അൺനോൺ അഥവാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കറിയാം ഫിക്സ്ഡ് സപ്പോർട്ട്. ഫിക്സ്ഡ് സപ്പോർട്ട് 2D ആയിക്കോട്ടെ 3D ആയിക്കോട്ടെ അവിടെ യാതൊരുവിധ റൊട്ടേഷൻസും കൈനമാറ്റിക് അൺനോൺസും പോസിബിൾ അല്ല, സീറോ ആണത്. ഇനി ഹിഞ്ച് ഓർ പിൻ ആണെങ്കിൽ, പിൻഡ് സപ്പോർട്ട് ആണെങ്കിൽ അവിടെ ഒരു റൊട്ടേഷൻ പോസിബിൾ ആണ് 2D കേസ് ആണെങ്കിൽ. 3D ആണെങ്കിൽ 3 റൊട്ടേഷൻസ് അലൗഡ് ആണ്. റോളർ സപ്പോർട്ടിൽ 2 ആണ് കൈനമാറ്റിക് അൺനോൺ വരുന്നത് 2D കേസിൽ. 3Dയിൽ ഡിഫൈൻഡ് അല്ല, 1 റൊട്ടേഷൻ 1 ട്രാൻസ്ലേഷൻ ആണുള്ളത്. ഇനി ഗൈഡഡ് സപ്പോർട്ട് ആണെങ്കിൽ ഒരു കൈനമാറ്റിക് അൺനോൺ ആണുള്ളത് 2Dയിൽ, അത് 1 ട്രാൻസ്ലേഷൻ ആണ്. ഇനി ലിങ്ക് റോഡ്, അത് വളരെ റെയർ ആയിട്ടാണ് ചോദിക്കാറുള്ളൂ. ലിങ്ക് റോഡ് ആണെങ്കിൽ അത് 2D കേസിൽ 1ഉം 3D കേസിൽ അത് 5ഉം ആണ് അതിന്റെ വാല്യൂ വരുന്നത്. ഇനി ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിയുടെ ഒരു ഇക്വേഷൻസ് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് 2D പിൻ ജോയിന്റഡ് സ്ട്രെസ് ആണെങ്കിൽ അതിന്റെ ഡി കെ വാല്യൂ എന്ന് പറയുന്നത്, ഡി കെ എന്നാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഡി കെ ഇസ് ഈക്വൽ ടു 2J മൈനസ് RE മൈനസ് M പ്ലസ് RR. 3D ആണെങ്കിൽ ഡി കെ ഇസ് ഈക്വൽ ടു 3J മൈനസ് RE മൈനസ് M പ്ലസ് RR. 2D ഫ്രെയിം ഓർ ബീം ആണെങ്കിൽ ഡി കെ ഇസ് ഈക്വൽ ടു 3J മൈനസ് RE മൈനസ് M പ്ലസ് RR. 3D ഫ്രെയിം ആണെങ്കിൽ ഡി കെ ഇസ് ഈക്വൽ ടു 6J മൈനസ് RE മൈനസ് M പ്ലസ് RR. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിൽ M എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് മെമ്പേഴ്സ് ആയിരുന്നു. ഇവിടെ അതല്ല, മെമ്പേഴ്സ് തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ മെമ്പേഴ്സ് എന്തായിരിക്കണം? ആക്ച്വലി റിജിഡ് ഓർ ഇൻഎക്സ്റ്റെൻസിബിൾ ആണെങ്കിലാണ് ആ എമ്മിന്റെ വാല്യൂ, അല്ലെങ്കിൽ ആ ടേം അവിടെ ക്യാൻസൽ ആയി പോകും. ആ ടേം നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇതാണ് കംപ്ലീറ്റ് ഇക്വേഷൻ. പക്ഷെ നമ്മൾ നോർമൽ നമ്മളുടെ കേസസിൽ, കേരള PSC ഒക്കെ ചോദിക്കുന്ന കേസിൽ ഒരിക്കലും നമുക്ക് ഈ ഇൻഎക്സ്റ്റെൻസിബിൾ എന്നൊരു കേസ് വരാറില്ല ഇതുവരെ. ഇനി ഇതിനകത്ത് J എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിന്റ്സ് ആണ്, RE എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. ഇവിടെ M എന്ന് പറയുന്നത് മെമ്പേഴ്സിന്റെ എണ്ണം അല്ല, റിജിഡ് ഓർ ഇൻഎക്സ്റ്റെൻസിബിൾ ആയ മെമ്പേഴ്സിന്റെ എണ്ണമാണ്. RR റിലീസ്ഡ് റിയാക്ഷൻ ആണ്. അത് 2D കേസിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. RR is equal to sum of M dash minus 1. 3D ആണെങ്കിൽ 3 times sum of M dash minus 1. Find the kinematic indeterminacy of plane frame. Plane frame എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ 2D കേസ് ആണെന്ന്. അപ്പോൾ ഈ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇപ്പോൾ ഓരോ ജോയിന്റിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൗണ്ട് ചെയ്തിട്ട് കിട്ടുന്നത് ഡി കെ തന്നെയായിരിക്കും. അപ്പോൾ രണ്ട് രീതിയിലും ചെക്ക് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഡി കെ എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ്, 3J മൈനസ് RE മൈനസ് M പ്ലസ് RR ആണ്. ഇവിടെ J എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിന്റ്സ് ആണ്. ഇപ്പോൾ ഇവിടെ എത്ര ജോയിന്റ്സ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9. RE എന്ന് പറയുന്നത് നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. Three, 2, 1. 6 വന്നു. M എന്ന് പറയുന്നത് എത്ര ഇൻഎക്സ്റ്റെൻസിബിൾ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എമ്മിന്റെ വാല്യൂ 0 ആണ്. RR എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിലീസ്ഡ് റിയാക്ഷൻസ് ആണ്. നമ്പർ ഓഫ് റിലീസ്ഡ് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചതാണ്. സം ഓഫ് M dash minus 1. M dash എന്ന് പറയുന്നത് അതിൽ എത്ര എണ്ണം കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് അനുസരിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ ഇക്വേഷൻ RR is equal to sum of M dash minus 1. That's equal to 1 plus 2 plus 3. That's equal to 6 ആണ് ഇവിടെ വരുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 3 into 9 minus 6 plus 6 is equal to 27 എന്ന് വരും. നമുക്ക് ഇത് തന്നെ സെയിം ആയിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൗണ്ട് ചെയ്തിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കണ്ട പ്രോബ്ലം സെയിം പ്രോബ്ലം തന്നെ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓരോ ജോയിന്റിലെയും കൗണ്ട് ചെയ്ത് അത് ആഡ് ചെയ്തിട്ട് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഇപ്പൊ നമ്മൾ റിലീസ്ഡ് റിയാക്ഷൻസ് കൗണ്ട് ചെയ്യാനായിട്ട് റിലീസ്ഡ് റിയാക്ഷന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൗണ്ട് ചെയ്യുന്ന സമയത്ത് പഠിച്ച കാര്യം തന്നെയാണ്. ഒരു റിലീസ്ഡ് റിയാക്ഷൻ അല്ല ഒരു ഇന്റേണൽ ഹിഞ്ച് രണ്ട് മെമ്പറിൽ കണക്ട് ചെയ്തേക്കുവാണെങ്കിൽ, അല്ല മെമ്പേഴ്സിൽ കണക്ട് ചെയ്താണെങ്കിൽ എത്ര മെമ്പേഴ്സ് കണക്റ്റഡ് ആണ് പ്ലസ് അഡീഷണൽ 2 ട്രാൻസ്ലേഷൻ കൂടെ അവിടെ പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെ വേണം അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൗണ്ട് ചെയ്യാനായിട്ട്.
ഇനി ഒരു ഇന്റേണൽ ഹിഞ്ച് ഒന്നും ഇല്ലാത്തൊരു ജോയിന്റ് ആണെങ്കിൽ അവിടെ വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒരു ഫ്രെയിമിന്റെ കേസിൽ 3 ആണ്. ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യാം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ജോയിന്റിൽ 4 എന്നാണ് വന്നിരിക്കുന്നത്. 2 മെമ്പേഴ്സ് കണക്റ്റഡ് ആണ് ആ ഇന്റേണൽ ഹിഞ്ചിൽ, പ്ലസ് അഡീഷണൽ 2 ട്രാൻസ്ലേഷൻ 4 വന്നു. അതിൽ അടുത്തതിൽ 3 മെമ്പേഴ്സ് കണക്റ്റഡ് ആണ്, പ്ലസ് അഡീഷണൽ 2 വന്നപ്പോൾ 5 ആണ് അവിടെ വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. മൂന്നാമത്തേൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ഫ്രെയിമിന്റെ ഒരു ജോയിന്റിൽ വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ അങ്ങനെ അത് 3 3 3 കൊടുത്തു. നടുക്കത്തെ ഇന്റേണൽ ഹിഞ്ച് കണക്ട് ചെയ്തേക്കുന്നത് 4 മെമ്പേഴ്സിലേക്കാണ്. അപ്പോൾ 4 + 2 ആണ് അവിടെ വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എത്ര മെമ്പേഴ്സ് കണക്റ്റഡ് ആണ് പ്ലസ് അഡീഷണൽ 2 ട്രാൻസ്ലേഷൻ. അപ്പം 4 + 2 6 ആണ് അവിടെ വന്നത്. ഇനി നമുക്ക് ലാസ്റ്റത്തെ അറിയാലോ സപ്പോർട്ട് റിയാക്ഷൻസിൽ ഓരോ സപ്പോർട്ട് റിയാക്ഷൻസിലും വന്നിരിക്കുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് കൗണ്ട് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് ഒരു ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡിന് നമ്മൾ പഠിച്ച ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 0 ആണ്. അവിടെ യാതൊരുവിധ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പോസിബിൾ അല്ല. ഇനി ഒരു ഹിഞ്ച് ആണ് അവിടെ വന്നിരിക്കുന്നതെങ്കിൽ അവിടെ വരുന്ന കൈനമാറ്റിക് അൺനോൺ അഥവാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആണ്. 3 - 2 ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ് വന്നത്. ഇനി റോളർ ആണെങ്കിൽ അവിടെ വരുന്നത് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് ഇനി ഓരോ റോയിലെയും കൗണ്ട് ചെയ്ത് എഴുതാം. അപ്പൊ ഫസ്റ്റ് റോയിൽ എന്ന് വരുന്നത് 4 + 5 + 3 ആണ്. 4 + 5 + 3 എത്ര വന്നു? 9 + 3 12 ആണ് വന്നത്. 12 വന്നു. സെക്കൻഡ് റോയിൽ 3 + 6 + 3 വന്നു. അഗെയിൻ 12 തന്നെ വന്നു. അടുത്ത ലാസ്റ്റത്തെ റോയിൽ 0 + 1 + 2 3 വന്നു. ടോട്ടൽ 27 വന്നു. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് 27 തന്നെ ആൻസർ കിട്ടി. നമുക്ക് ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ഇൻഡിറ്റർമിനസി ആണ് പഠിച്ചത്. ഇൻഡിറ്റർമിനസി സ്റ്റാറ്റിക്കും പഠിച്ചു, കൈനമാറ്റിക്കും പഠിച്ചു. അതിൻ്റെ ഇക്വേഷൻസ് എല്ലാം ഒന്നുകൂടി ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി നോക്കാണ്. ടൈപ്പാണ് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി ഉള്ളത്, സ്റ്റാറ്റിക്കും കൈനമാറ്റിക്കും. സ്റ്റാറ്റിക് ഡിനോട്ട് ചെയ്യുന്നത് DS ആൻഡ് കൈനമാറ്റിക് ഡിനോട്ട് ചെയ്യുന്നത് DK. 4 കേസസ് ആണുള്ളത്. 2D ട്രസ്, 3D ട്രസ്, 2D ബീം ഓർ ഫ്രെയിം, 3D ബീം ഓർ ഫ്രെയിം. ഇനി 2D ട്രസിൻ്റെ ഇക്വേഷൻ പഠിച്ചത് M + RE - 2J ആണ് DS-ൻ്റെ ഇക്വേഷൻ. ഇനി 2D ഫ്രെയിം ആണെങ്കിലോ M എന്നുള്ളതിന് ഒരു 3 കൂടി പ്രിഫിക്സ് വന്നു. 3M + RE - 3J + RR വന്നു. അത് ബ്രാക്കറ്റിനുള്ളിലാണ്, ബ്രാക്കറ്റ് മറന്നു പോകരുത്. അത് 2D ഫ്രെയിമിൻ്റെ കേസിൽ. 3D ട്രസ് ആണെങ്കിൽ ഇക്വേഷൻ ചെറിയൊരു വേരിയേഷൻ വന്നു. M + RE - 3J വരും. 3D ഫ്രെയിം ആണെങ്കിൽ 2D ഫ്രെയിമിൽ 3 എല്ലാം റീപ്ലേസ് ചെയ്ത് 6 ആക്കിയാൽ മതി. 6M + RE - 6J + RR വരും. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ രണ്ടും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ആൻഡ് ഇന്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി സെപ്പറേറ്റ് ഇക്വേഷൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. ജസ്റ്റ് സം ചെയ്തു. അങ്ങനെ ഇങ്ങോട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് 3 ആണ് എക്സ്റ്റേണലിൻ്റെ ഇക്വേഷൻ. അതേസമയം ഇന്റേണലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3C - RR ആണ്. C എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്ലോസ്ഡ് ലൂപ്സ് ആണ്. 3C - RR എന്നുള്ളത് 2Dയിലെ കേസിലാണ്, ഫ്രെയിമിൻ്റെ കേസിൽ. 2Dയുടെ കേസിലായിരുന്നു അത് പറഞ്ഞത്. ഇനി 3D ആണെങ്കിൽ RE - 6 ആണ് എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയുടെ ഇക്വേഷൻ. ഇനി ഇന്റേണൽ ആണെങ്കിൽ 3 മാറി 6 വന്നു. 6C - RR ആണ് ഫ്രെയിം ഓർ ബീമിൻ്റെ കേസിൽ ഇന്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയുടെ ഇക്വേഷൻ. ഇനി ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ബീമിൻ്റെ ഫ്രെയിമിൻ്റെ കേസിലായിരുന്നു. ഇനി ഇത് ട്രസ്സിലാണെങ്കിലോ, ട്രസ്സിലത്തെ ഇക്വേഷൻ എന്തായിരുന്നു? M - 2J - 3. അത് 3D കേസ് ആകുമ്പം M - 3J - 6. ഇനി കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിയുടെ നോക്കാം. ഫസ്റ്റ് കേസ് 2D ട്രസ് ആണെങ്കിൽ 3J - RE + RR. ടു ഡി ഫ്രെയിം ആണെങ്കിൽ സെയിം ഇക്വേഷൻ 3J - RE -M + RR. ഇവിടെ M എന്ന് പറയുന്നത് മെമ്പേഴ്സ്, ഇൻഎക്സ്റ്റെൻസിബിൾ ഓർ റിജിഡ് മെമ്പേഴ്സിനെയാണ് M എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, ടോട്ടൽ മെമ്പേഴ്സ് അല്ല. അത് ശ്രദ്ധിക്കണം. രണ്ടിൻ്റെ അകത്തും DS-ൻ്റെ അകത്തെ പോലെ അല്ല DKയിൽ വരുമ്പോൾ M-ൻ്റെ വാല്യൂ.
ഇൻഎക്സ്റ്റെൻസിബിൾ ആണ് അല്ലെങ്കിൽ റിജിഡ്. ഇനി നമുക്ക് നോക്കാനുള്ളത് 3D ട്രസ് ആണെങ്കിലാണ്. 3D ട്രസ് ആണെങ്കിൽ ഇക്വേഷൻ 3j minus RE minus M minus RR. 3D frame 6j minus RE minus M minus RR. Thank you for watching Chapter 1 Civil. Please share this video and subscribe this channel.